ബൈക്ക് നോട്ട് അലൗഡ്. കുറച്ച് ഒരു കൊല്ലം 1.5 കൊല്ലത്തിനുള്ളിൽ മാക്സിമം വണ്ടി മരിക്കും. ലാൻഡ് ക്രൂസർ എത്രോണം ഓട്. നിസാൻ പെട്രോളിന്റെ കാര്യം പറഞ്ഞു. പെട്രോളും പെട്രോൾ സഫാരിയും സെയിം. എക്സ്പെൻസീവ് കൂടുതലായിട്ട്. നല്ല ലുക്കും ഇതൊക്കെ ഉണ്ടല്ലേ വണ്ടി. പവറും ഒരു 15-20 വർഷം കഴിഞ്ഞുള്ള ഒരു വണ്ടി എടുത്താലും ഒരു പ്രശ്നമില്ല. എന്റെ ഒരു സ്വന്തം വണ്ടി എടുക്കുന്നുണ്ട്. എന്റെ ഇത് കമ്പനി വണ്ടിയാ. ഇതിപ്പോ ഏകദേശം എത്ര പേടിയാ. തുടങ്ങിയില്ലേ? ഇത് വേറെ സാമ്പിൾ പഠിക്കട്ടെ. ഇത് സാമ്പിൾ തുടങ്ങി. ഇപ്പൊ തുടങ്ങും. ആ കുഴിക്കത്തിനാ പോകുന്നത്. സൗണ്ട് നമുക്ക് അങ്ങനെ പേടിയാവുന്നുണ്ടെങ്കിൽ പറയണ്ട. എന്നാലും നമുക്ക് ഡ്രൈവ് കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഒന്ന് പേടിപ്പിക്കാൻ പറ്റും. ഓട്ടോ ഓട്ടോ ഇങ്ങനെ തന്നെ ഡ്രൈവ്. കണ്ണു തുറക്ക്. കുന്നേറിക്കും. അതെ ഇങ്ങനെ അതെ ഇങ്ങനെ തന്നെ. ഇതിൽ കൂടുതലാണ് ഓടിക്കുന്നത്. അപ്പൊ ഇതാണ് കറക്റ്റ് സഫാരി. സഫാരി വന്ന് പിന്നെ നോക്കിയിരിക്കില്ല. അവ വണ്ണ് തെറിപ്പിക്കില്ല. പറഞ്ഞ ശരിയാവും. ഡെസേർട്ട് സഫാരി. അപ്പൊ ഈ വണ്ടി റോഡിൽ ഓടുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തിനാ റോഡിൽ ഓടിക്കേണ്ട വണ്ടി അല്ലല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞോണ്ട് ഇപ്പം ഞാനിപ്പോ എനിക്ക് ലൈസൻസ് ഉണ്ട്. ഞാനിത് ഓടിക്കണേ എനിക്ക് ഡെസേർട്ട് ഇങ്ങനെ ഓടിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതിന് പ്രത്യേക ലൈസൻസ് അല്ലേ? പ്രത്യേക ലൈസൻസ്. ഡ്രൈവിന് പ്രത്യേക ഡ്രൈവ് ഉണ്ടത്. ഇത് കൈ വിട്ട് കഴിഞ്ഞാൽ സാധനം പറയും. പറഞ്ഞ വർഷമായിട്ടുള്ളത് മേടിക്കണ്ട. പറഞ്ഞ വർഷമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നത് സഫാരി. നമുക്ക് ഇതിന് പ്രത്യേക ലൈസൻസ് ഇല്ലേ? ഓഫ് റോഡ് ലൈസൻസ് ഉണ്ട്. ഉണ്ടോ? അത് നമ്മുടെ ഡ്രൈവ് സ്കൂളിൽ പോയി എടുക്കാൻ പറ്റുമോ? ഡ്രൈവ് സ്കൂളിൽ പോയി എടുക്കാൻ പറ്റുമോ? ഡ്രൈവ് സ്കൂളിൽ എടുക്കാൻ പറ്റില്ലോ. ചരിഞ്ഞ ആ മലയിലോട്ടാണ് പോകുന്നത്. ആ അടുത്ത കുന്നി കയറാൻ പോണം.
സെറ്റ് സെറ്റ് സെറ്റ്. ഇതാണ് യഥാർത്ഥ സൂപ്പർ. ഒരെടുപ്പുണ്ട്. ഇത് കിട്ടണേ. ഇതല്ല കാറ്റ് കുറച്ചിട്ട് മരം വണ്ടി കയറി പോകുന്നുണ്ടോ അല്ലേ? റൂട്ട് ഇതിന്റെ എൻട്രി എക്സിറ്റ് ഒക്കെ നമുക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ടിരിക്കും. ചേച്ചി അവിടെ
ഓക്കെ. ചേട്ടൻ അയച്ചു തരാം. പറഞ്ഞാൽ അതും എടുക്കാല്ലേ? 2 വണ്ടി വരാം. ഏത് വണ്ടി ഉള്ള ഇപ്പൊ കയ്യില്? കിയ സ്പോർട്ടേജ് ഒരു സണ്ണിയുണ്ട്. ഓക്കെ, നല്ല വണ്ടി കിട്ടിയല്ലേ? എങ്ങനെ? 50-60 നല്ല വണ്ടി കിട്ടും. 2010, 11, 12 ഏത് വേണമെങ്കിലും എടുക്കാം. കംപ്ലൈന്റ് കാണുന്നില്ല. ലാൻഡ് ക്രൂസർ ഒരു വിഷയമല്ല. ടൊയോട്ട ഏത് വണ്ടി എടുത്ത് ഞാൻ കുഴപ്പമില്ല. വണ്ടി ആണെങ്കിലും വലിയ വണ്ടി ഒരു കുഴപ്പമില്ല. ടൊയോട്ട ആണ്. നാളുണ്ടോ അത് കുറവാണ്? നാളുണ്ടോ അത് കുറവാണ്? വീക്കെൻഡ് അല്ലേ? ഇവിടെ എത്ര വർഷമായി? ജനിച്ചു വളർന്നുണ്ട്. 38 വർഷമായി. ജനിച്ചു വളർന്ന ഇവിടെ ദുബായ്. പഠിച്ചൊക്കെ കൊടുത്തു ദുബായ്. ഇവിടുത്തെ ഇതാണോ? ഇവിടുത്തെ പാസ്പോർട്ടാ? ഏയ്, പാസ്പോർട്ട് അച്ഛന് കിട്ടിയിരുന്നു. അച്ഛൻ റിജക്ട് ചെയ്തു. എന്നുവെച്ചാൽ മൂപ്പര് ഇവിടുത്തെ ഫ്രീഡം കിട്ടുന്ന മുന്നേ ഉള്ള ആളാണ്. കിട്ടിയതാണ് മൂപ്പർക്ക്. പക്ഷെ മൂപ്പര് മൂപ്പര് ഇത് വന്നു. മൂപ്പര് ബിസിനസ് കാര്യങ്ങളൊക്കെ ട്രെയിൻ സ്കൂളായിരുന്നു മൂപ്പർക്ക്. 5 ട്രെയിൻ സ്കൂളിൽ മൂപ്പര് അതിന്റെ ഓണറായിരുന്നു നമ്മള്. അപ്പൊ മൂപ്പർക്ക് ഈ സാധനം കിട്ടി. അത് അന്ന് ഇതുണ്ടായിരുന്നു. ഒരു 36 വർഷം പോവാതെ എവിടേക്കും പോവാതെ നിന്നുണ്ടെങ്കിൽ
സിറ്റിസൺ പാസ്പോർട്ട് കിട്ടും. അന്ന് പാസ്പോർട്ട് കിട്ടിയപ്പോൾ അപ്രൂവൽ കിട്ടിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം. അച്ഛൻ പറഞ്ഞു വേണ്ട, ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം, ഇടപാടില്ല. ഇവിടെ എത്ര കാലം ഇപ്പോൾ ആര് ജീവിക്കാൻ പോകുന്നത്, ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്ന ഇടപാടില്ല. അവരുടെ ഏതെങ്കിലും ഒന്നോ പറ്റുള്ളൂ, വേണമെങ്കിൽ ഇതെടുക്കാം. അല്ലെങ്കിൽ അന്ന് ഷെയ്ഖ് സായിദുള്ള ടൈമാണ്, മൂപ്പരാണ് ഭരണം, ആദിത്യ രാജ പിതാവ്. അങ്ങനെ അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം പിന്നെ അന്ന് അതെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഹൗസ് ലോണിങ്, ഹൗസ് എല്ലാ എക്സ്പെൻസ് നമ്മുടെ നാട്ടിലത്തെ റേഷനൊക്കെ അല്ലേ, അതുപോലെ ഇവിടെ വെറുതെ ഫ്രീ ആയിട്ട്. അത് നാട്ടിലെ റേഷൻ്റെ പൈസ പോകും, പക്ഷെ ഇവിടുത്തെ റേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി റേഷനാണ്. ഹൈ ക്വാളിറ്റി അത് നമുക്ക് ഇപ്പൊ ലൂലിപ്പോ അവരണ്ടറിലാണ്. ഗവൺമെന്റ് അത് പകുതി ഷെയർ ഇപ്പോൾ അവർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം ഇവിടെ ഫ്രീ ആയിട്ട് എന്ത് പർച്ചേസ് ചെയ്യാം, എല്ലാ സാധനവും. വണ്ടികള് അവര് എല്ലാതും അവര് മനസ്സിലാവും, പെട്രോള് കാര്യങ്ങളൊക്കെ അവര് മനസ്സിൽ അവർക്ക് എല്ലാ പേയ്മെന്റും നോക്കുന്നുണ്ട്. ജോലി കിട്ടിയില്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് തരാൻ എല്ലാ സ്കൂൾസ് എല്ലാ കുട്ടികൾക്ക് എല്ലാതും അവരെ അതാലോചിക്കുമ്പോ. പക്ഷെ ഇപ്പൊ മൂപ്പര് പറയുന്നുണ്ട് അയ്യോ അന്ന് ചെയ്താൽ മതി, പൊട്ടത്തന്നെ ചെയ്തു. ഫാദർ ഇപ്പൊ വിസിറ്റിംഗ് വന്നിട്ടുണ്ട് ഇവിടെ. പുള്ളി സ്വന്തം പാസ്പോർട്ട് ആയിട്ട് വരേണ്ട ആളല്ലേ. ഇപ്പൊ കേറിക്കോട്ടെ ഒട്ടകത്തിന്റെ മേലെ. ഈ പാടല്ല, അറബി പാട്ട് പാടാം. ഡ്രൈവറെ കൂടെ ചേർത്തിരിക്കണം. भैया एक राउंड मारो ना, एक राउंड मारो ना.